Next one is past continuous. പാസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ അതിനൊക്കെ ഒരു കാര്യം, കൃത്യമായിട്ട് ടെൻസസ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം അത് ബേസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഗ്രാമറിന്റെ ബേസ് ആണ് ടെൻസ് എന്ന് പറയുന്നത്. ടെൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സെന്റൻസ്, അസർട്ടീവ് സെന്റൻസ് ഒക്കെ നമുക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ ചെയ്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളായാലും ഒക്കെ യൂസ്ഫുൾ ആണ്. ഈ ഒരു ടെൻസ് ക്ലാസ് എല്ലാ കാലത്തും വേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ മറ്റു ബുക്കുകളെയോ മറ്റ് ഗ്രാമർ ബുക്കുകളെയൊന്നും ആശ്രയിക്കേണ്ടതായിട്ടില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ശ്രദ്ധിച്ചിരിക്കുക. ഒരു വട്ടം കേട്ട് മനസ്സിലായി ഒന്നുകൂടെ കേട്ടാൽ മതി. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഞാനൊന്നും പറയാറില്ല. പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V4 ആയിരിക്കും, വെർബിന്റെ ING ആയിരിക്കും. ഞാൻ അത് ഒരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. കണ്ടിന്യൂസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും V4 ആയിരിക്കും. V4 എന്ന് വെച്ചാൽ വെർബ് പ്ലസ് ING. വെർബിന്റെ ബേസ് ഫോമിൽ ING ഇട്ട് കൊടുത്താൽ ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? an action is continuing at the time of speaking. ഒരു പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ. പക്ഷെ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ an action was continuing in the past. was continuing in past. കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴോ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. an action was continuing in the past. ഒരു പ്രവൃത്തി എന്ത് ചെയ്യുകയായിരുന്നു? നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. in the past ആയിരുന്നു. ഞാനത് ചെയ്യുകയായിരുന്നു. ഞാൻ ഇന്നലെ ഈ സമയം കളിക്കുകയായിരുന്നു. ഇന്നലെ ഈ സമയം ഞാൻ കഴിക്കുകയായിരുന്നു. ഇന്നലെ ഈ സമയം ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ്സ് പാസ്റ്റ്, കഴിഞ്ഞു. പക്ഷെ ആ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആയോ? an action was continuing in the past. ക്ലിയർ ആക്കി മനസ്സിലാക്കി ശരി. എല്ലാവരും ഇതിന്റെ ഫോർമുല പഠിച്ചു വെച്ചിട്ട് പോകും. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ഈ ഒരു ഫോർമാറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്കത് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക? ആക്ഷൻ വാസ് കണ്ടിന്യൂയിങ് ഇൻ ദ പാസ്റ്റ്. ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ, കഴിഞ്ഞ കാലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഫോർമുല നോക്കും. പ്രസന്റ് കണ്ടിന്യൂസ് അറിയാമല്ലോ ഫോർമുല. അപ്പൊ പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ടിപ്പ് ആദ്യമേ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഈ V എന്ന് ഉദ്ദേശിക്കുന്നത് V1 ഫസ്റ്റ് ഫോം ആയിരിക്കും. അതുകൊണ്ട് V എന്ന് പറഞ്ഞിട്ടിരിക്കും. Subject plus was or were plus verb plus ing plus object. Okay, subject singular ആണെങ്കിൽ, അത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ was. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ were. സബ്ജക്റ്റ് I ആണെങ്കിൽ was. സബ്ജക്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞു 99% സ്ഥലത്തും I പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ബഹുവചനമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സിംഗുലർ ആണ് കേട്ടോ. സബ്ജക്റ്റ് വാസ് സബ്ജക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എക്സെപ്ഷണൽ കേസ് ആണ് I. ആ സബ്ജക്റ്റ് I ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഐയുടെ കൂടെ ഈ സ്ഥലത്ത് വാസ് ആണ് ഉപയോഗിക്കുന്നത്. I വേറെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇഫ് I were, I wish I were, അതൊക്കെ ഞാൻ പിന്നീട് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരാം എവിടെയാണെന്ന്. ഈ ടെൻസിന്റെ കേസിൽ ഇവിടെ ഈ പാസ്റ്റ് കണ്ടിന്യൂസിൽ I എന്താണ്? സിംഗുലർ ആയിട്ടാണ് വരുന്നത്. I സത്യത്തിൽ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം I പ്ലൂറൽ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. I പ്ലൂറൽ ആണ്. പക്ഷെ ഈ ഇൻ ദ സെൻസ് ഇവിടെ വാസ് ആണ്. അതിന്റെ കാര്യം ആം, I am, ഈസ്. ഈ ആം ഈസും ആണ് വാസ് ആകുന്നത്, പാസ്റ്റ് ആകുന്നത്. ഇതിന്റെ പാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ആറിന്റെ പാസ്റ്റ് ആയിട്ടാണ് വേറെ വരുന്നത്. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. ആമീസ ആകുന്നു എന്ന് പറയുന്നത് പോലെ വാസ് ഓർ വേർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഓക്സിലറിയുമായിട്ട് വാസ് ഓർ വേർ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. വെർബിന്റെ ഓക്സിലറി ആണ്, ഹെൽപ്പിംഗ് വെർബ് ആണ് വാസ് ഓർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആമീസ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ പ്രസന്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ an action was continuing in the past. Formula subject plus was or were plus verb plus ing plus objects. Clear ആണോ? ഇനി എക്സാമ്പിൾസ് നോക്കാം. ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ് കേട്ടോ. ഡൗട്ട് വേണ്ട. ഫ്രം ഒന്ന് ടു വരും. അതായത് I was studying at GMGHSS മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്രം 2006 to 2010. സോ ഞാൻ പറയുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was studying. നമുക്ക് ഫോർമുല നോക്ക്. സബ്ജക്ട് was or where I subject is I was on.
verb study ing plus others or object. I was studying at GMGHSS Chadayamangalam. At GMGHSS Chadayamangalam school ആണ് Chadayamangalam from അങ്ങനെ എഴുതാം അല്ലെങ്കിൽ GMGHSS from 2006 to 2010 ഏതും others ഏതും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അവിടെ ആപ്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതാണ് ഇതിന്റെ ഫോർമുല പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ എക്സാമ്പിൾ സെന്റൻസ് ആണ് ഇതും കൂടെ എഴുതി വെച്ചേക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തും പറയാം. ഞാൻ ഇപ്പൊ പറയുകയാണ് ഈ ഒരു ഫോർമാറ്റിൽ ആയിരുന്നു എന്നുള്ള ആൻഡ് റാണി ചന്ദ്ര were acting in Malayalam film for many years. ആ എക്സാമ്പിൾ സെന്റൻസ് നോക്കുക. മിസ്റ്റർ പ്രേം നസീർ ആൻഡ് റാണി ചന്ദ്ര they were actors. അറിയാലോ അവർ ആക്ടേഴ്സ് ആയിരുന്നു, പണ്ട് മരിച്ചുപോയി. റാണി ചന്ദ്രൻ പ്രേം നസീറും പണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇല്ല, പാസ്റ്റ് കണ്ടിന്യൂസ്. ആ ആക്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് കണ്ടിന്യൂയിങ് ആയിരുന്നു ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങളായി. അതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കാം. മിസ്റ്റർ പ്രേം നസീർ ആൻഡ് റാണി ചന്ദ്ര were acting in Malayalam film for many years. ഉണ്ടോ? അതിനർത്ഥം മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാലങ്ങളായി നസീറും അതുപോലെ തന്നെ റാണി ചന്ദ്രയും മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ.